ഈ ഹയറിംഗ് പ്രോസസ്സിലോട്ട് വരുമ്പോൾ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് എവിടെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഓരോരുത്തരായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്നത്. നമ്മുടെ സ്കിൽ ഗ്യാപ്പ് എവിടെയാണോ ഉള്ളത് അതിനെ റീപ്ലേസ് ചെയ്യാനാണ് ഫസ്റ്റ്. നമുക്ക് ഫിനാൻസിലാണ് നമുക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഫിനാൻസ് ടീമിനായിരിക്കും നമ്മൾ ഹയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്കത് ഫ്രീലാൻസ് കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ജോബ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആളെ എന്തിനാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, ഓക്കെ, പുള്ളിയിൽ നിന്ന് എന്ത് റിസൾട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ക്ലാരിറ്റി വരുന്ന കാൻഡിഡേറ്റിൻ്റെ അടുത്ത് നമ്മൾ പറയണം, ഓപ്പണായിട്ട് പറയണം. അപ്പോൾ വരുന്ന ആൾക്ക് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് വേണ്ടത്, എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അടുത്ത് നോക്കാം, നമുക്ക് അടുത്ത ആളെ നോക്കാൻ പറ്റും. ആ ഒരു ജോബ് ക്ലാരിറ്റി ഭീകരമായി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പലരും എടുത്തു വെച്ചിട്ട് എന്തിനൊക്കെയോ വേണ്ടി ചെയ്യുന്നു, കുറേ കഴിഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ട് അവരെ പറഞ്ഞു വിടും.